സർ, ബഹുമാനിയായ നമ്മുടെ സഹപ്രവർത്തക ശ്രീമതി കാനത്തിൽ ജമീലയെ സംബന്ധിച്ച് അന്നും മുഖ്യമന്ത്രിയും മറ്റ് കക്ഷി നേതാക്കളും പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാനും പൂർണ്ണമായി യോജിക്കുകയാണ്. 15ാം കേരള നിയമസഭയിൽ ആദ്യമായിട്ടാണ് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് കാനത്തിൽ ജമീല ഇവിടെ എത്തുന്നത്. എന്നാൽ തന്നെ ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലും അധ്യക്ഷയായും ഭരണാധികാരിയായും പ്രവർത്തിച്ച് ഒരു അനുഭവ കരുത്തുമായിട്ടാണ് നിയമസഭയിൽ ആദ്യമായി എടുത്തത്. അതുകൊണ്ടൊരു പുതുമുഖത്തിന്റെ യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യാനുള്ള സ്വതവേ സിദ്ധിച്ച ഒരു ശേഷിയുമായിട്ടാണ് കാനത്തിൽ ജമീല നിയമസഭയിൽ എത്തുകയും ഈ കാലഘട്ടം അത്രയും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. നിലപാടുകളിലെ കാർക്കശ്യം, അതേസമയം തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളിലെ സൗമ്യഭാവം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഞാൻ കാനത്തിൽ ജമീലയോട് സംസാരിച്ചപ്പോൾ പോലീസ് വാഹനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പൊളൈറ്റ് ബട്ട് ഫേം എന്ന വാക്ക് കൃത്യമായി യോജിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാനത്തിൽ ജമീല എന്ന് അവരോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ മാത്രമല്ല, സ്ത്രീപക്ഷ നിലപാടുകളിൽ, അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഏത് സമയത്തും ഇടപെടേണ്ട ആവശ്യമുള്ളപ്പോൾ കൃത്യമായി ഇടപെടാനുള്ള ആർജവം കാട്ടിക്കൊണ്ട് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന മുന്നണിക്കും വേണ്ടി പടപൊരുതുന്ന ഒരു പോരാളി എന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാ കക്ഷികളിൽ പെട്ട ആളുകളോടും വ്യക്തിബന്ധങ്ങളും സൗഹൃദവും സൗമ്യതയോടെയുള്ള പെരുമാറ്റവും കാനത്തിൽ ജമീലെ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിയിരുന്നു എന്നത് ഞാൻ കൃത്യമായി ഓർക്കുകയാണ്. ഈ സഭയിൽ എപ്പോഴൊക്കെ സ്ത്രീപക്ഷ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ചയുണ്ടായോ അപ്പോൾ ശ്രീമതി കാനത്തിൽ ജമീലയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടിരുന്നു. എല്ലാവരോടും സൗഹൃദമായി പെരുമാറുന്ന ഒരു മുഖം, എപ്പോഴും സന്തോഷവതിയായി, എന്നാൽ അതേസമയം തന്നെ നിയോജകമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ വികസന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും, അത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ഒരിക്കലും പദവികൾ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ഫലകരമായി കൈകാര്യം ചെയ്ത് സഫലമായൊരു ജീവിതം പൂർത്തിയാക്കി എന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം. അകാലത്തിൽ പൊലിഞ്ഞ ശ്രീമതി കാനത്തിൽ ജമീലയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. എൻ്റെ പാർട്ടിയുടെ അനുശോചനം അറിയിക്കും.